30 വർഷം മുമ്പ് കൂടെ പഠിച്ച സഹപാഠികളുടെ ഒരു യോഗം, ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഭാരവാഹികളെ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. ഇത്തരം കൂട്ടായ്മകളെ ഇനിയും ഉണ്ടാവട്ടെ. അത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പരസ്പരം സ്നേഹം കൊണ്ടും സൗഹൃദത്തിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ അതിനെ ഒരു പേര് വിട്ടു, ഓർമ്മവസന്തം. അതുപോലെ തന്നെ ഞങ്ങൾ നാട്ടിലെ കുറെ സേവനങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സഹപാഠികൾക്കാണെങ്കിലും ആപത്തുകളിൽ ഞങ്ങൾ സഹായിക്കാനും സഹകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്കൂളിന് വേണ്ടിയിട്ട് ഇപ്പൊ സ്കൂളില് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അഭിമാനം തോന്നുന്ന സ്കൂളിലെ കുട്ടികൾക്ക്, നമ്മൾ പഠിച്ച സ്കൂളിലെ കുട്ടികൾക്ക് ഒരു 15 ഫാന് നമ്മൾ കൊടുത്തു. ഇന്ന് ഞങ്ങൾ 2 പേര്, അതായത് 2 ജവാന്മാര് വിരമിച്ച് വന്ന 2 സഹപാഠികളുണ്ട്. അവർക്കൊരു ആദരവ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഓർമ്മവസന്തം ഗ്രൂപ്പിലെ കുട്ടികളുടെ മക്കൾക്ക് 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും ഞങ്ങളൊരു അനുമോദനം കൊടുക്കാനും കൂടിയാണെന്ന് കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാഷ്, ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഞങ്ങളുടെ മാഷ് തന്നെ ഞങ്ങൾക്ക് അതൊരു ഉദ്ഘാടനത്തിന് കിട്ടി. അത് ഞങ്ങൾ വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. 1990-91 ബാച്ചിന്റെ ഓർമ്മവസന്തം ഗ്രൂപ്പിന്റെ ഒരു ലോഗോ പ്രകാശനമാണ് ഇന്ന് നടന്ന ചടങ്ങിൽ പ്രധാനമായ ഒരു ഐറ്റം. സ്നേഹം, സൗഹൃദം, കാരുണ്യം, ഈ 3 അവസ്ഥകളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോ അതിനുവേണ്ടി നമുക്കൊരടയാളപ്പെടുത്തൽ ഈ സമൂഹത്തിന് രേഖപ്പെടുത്തണം. അതിനുവേണ്ടി ഒരു പ്രധാനമായ ഞങ്ങളുടെ ഒരു ചടങ്ങായിരുന്നു ലോഗോ ഒരു അടയാളപ്പെടുത്തലാണ്. നമ്മളിലേക്കും സമൂഹത്തിലേക്കുള്ള നമ്മുടെ പ്രതിബദ്ധത അത് വിളിച്ചോതുന്നു.